നമസ്കാരം ചേട്ടാ. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് വോട്ട് ചെയ്യാനും അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്, അല്ലേ? മേഘ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ മേഘയോട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനോട് നമുക്ക് വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ അധികം ദിവസം വേണ്ടി വരില്ല. അധികം ദിവസത്തിനകത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പറയേണ്ടി വരും വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളം അല്ലെങ്കിൽ പാലക്കാട് വെൽക്കം ബാക്ക് അടിച്ചിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു പാലക്കാട് എത്തുന്നു. കുറച്ചു മുമ്പ് നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം അവിടുത്തെ 24ാമത്തെ വാർഡിൽ കുന്നത്തൂർക്കാവ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി ഇവിടെ ഉണ്ടാകും എന്നാണ്. അവിടെ എന്തൊക്കെയോ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നു. അതായത് ഈ കോഴിയൊക്കെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ കോളേജിലൊക്കെ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത് പോലെ അതേ നിലവാരത്തിൽ തൊട്ടിലൊക്കെ ആയിട്ടാണ് അവിടെ പ്രതിഷേധം അരങ്ങേറിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പ്രതിഷേധം അരങ്ങേറുന്നു എന്ന് പറയുമ്പോഴും ഇന്നലെ രോഹിത്തുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നാളെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കേരളത്തിലെ 140 MLA-മാരിൽ ഒരു MLA, അത്രയധികം നിയമപരിരക്ഷയുള്ള ഒരാൾ എത്തുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധമായ സുരക്ഷയും ഒരുക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്, പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിരട്ടാനൊക്കെ നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴോ പറഞ്ഞതുപോലെ ഈ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ വീശിയപ്പോ ഒന്നുമേ സംഭവിക്കാതെ നെഞ്ചു വിരിച്ച് നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഈ ഒരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ ചെറിയൊരു ഇളം കാറ്റോ ഒന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നതേ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് സാഹചര്യം? ഒരു കേസിൽ 15-ാം തീയതി വരെ ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രീ അറസ്റ്റ് ബെയിൽ കൊടുത്തിട്ടില്ല, ബെയില് പരിഗണനയിലാണ്. അത് 15-ാം തീയതി പരിഗണിക്കും. പക്ഷെ അതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് വാക്കാൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 8-ാം തീയതി തന്നെ ഏതാണ്ട് ഒരു നോട്ട് അറസ്റ്റ് പറഞ്ഞു കോടതി, നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന്. 10-ാം തീയതി ഇന്നലെ അദ്ദേഹത്തിന്റെ കേസ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യവും നൽകി എന്നുള്ളതാണ്. അതൊരു ലോവർ കോർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നോട്ട് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവ് കൂടി, പ്രീ അറസ്റ്റ് ബെയിൽ കൃത്യമായിട്ടും ഈ ഘട്ടത്തിൽ തന്നെ, ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിയമ നടപടികൾ അദ്ദേഹത്തിന് കൂടുതൽ സുഗമമാകുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത്. ഇത്ര വലിയ ആക്ഷേപങ്ങളും ഇത്ര വലിയ കോളക്കങ്ങളും ഇത്ര വലിയ ഈ പ്രചണ്ഡ പ്രചാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായല്ലോ. ഒരു ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്തെ പോലീസിന് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലും ഇത്രയൊക്കെ കിടന്ന് ഈ ബ്രഹ്മാണ്ഡം ഇളക്കിയിട്ടും ഈ ചാനലുകൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ചാനലുകളും സത്യത്തിൽ ഇതിലെ അന്വേഷണ സംഘവും പോലീസും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ ഇപ്പോ നിരായുധരായി നിൽക്കുന്നു, പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആഘോഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോ 15-ാം തീയതി ഹൈക്കോടതിയിൽ നമ്മൾ കരുതുന്നത് ആദ്യത്തെ കേസിൽ കൂടി അതിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ്. അതിനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ എവിടെ പോയി കേസ് എന്നിനെ നമ്മൾ തപ്പിപ്പിടിച്ചുകൊണ്ട് വരേണ്ടി വരും മേഘ? ഇപ്പോ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോഴും ഇത്രയധികം അനുകൂല ഘടകങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ 15 ദിവസമായിട്ട് അദ്ദേഹം ഒളിവിലായിരുന്നു എന്നൊക്കെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, ഹൈക്കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജീവ് പറയുന്നത് അദ്ദേഹം ഒളിവിൽ പോയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അദ്ദേഹം നിയമത്തിന്റെ മുൻപിലുണ്ട്, കോടതികൾക്ക് മുൻപിലുണ്ട്. അദ്ദേഹം എവിടെയും ഒളിവിൽ പോയിട്ടില്ല. ഏത് നിമിഷം കോടതി ആവശ്യപ്പെട്ടാലും അദ്ദേഹം കോടതിക്ക് മുൻപിൽ ഹാജരാകും. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് 24 മണിക്കൂറിനകം, ഇന്നലെ ഇത്തരത്തിലുള്ള ഉത്തരവ് കിട്ടി, മുൻകൂർ ജാമ്യം കിട്ടി. 24 മണിക്കൂറിനകം അദ്ദേഹം നേരെ പാലക്കാടേക്ക് വന്ന് അവിടെ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ലല്ലോ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെൽക്കം ബാക്ക് അടിക്കാനുള്ള സമയമാകുന്നു. വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തിരികെ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് സോഷ്യൽ മീഡിയയും സാധാരണ ജനങ്ങളും ചോദിക്കുന്നത്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ എന്തുകൊണ്ട് പിണറായിയുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഇത് ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച തന്നെയല്ലേ? നമുക്ക് അങ്ങനെ പറയാം, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് എന്ന് പറയാം. അതേസമയം ഇനി ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മേഘ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഈ പൊതു ഇടത്തിൽ വന്നിട്ട് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഔദ്യോഗിക തീരുമാനം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനം, ഞങ്ങളുടെ ഓഫീസിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു എന്നൊന്നും ഏതായാലും മുഖ്യമന്ത്രി പറയുമെന്ന് നമ്മൾ കരുതുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് എന്ന നിലയിലും ഇദ്ദേഹം ആളുകളെ കൊല്ലാൻ നടക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നയാളാണ് എന്ന നിലയിലും ഒക്കെയാണ് സംസാരിച്ചത്. പക്ഷെ പൊളിറ്റിക്കൽ തീരുമാനം എന്തായിരുന്നു എന്ന് നമുക്കൊരിക്കലും ഒരു മാധ്യമത്തിനും ചിലപ്പോൾ ചോർത്തിയെടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഉദ്ദേശിച്ചത് ഈ കേസിൽ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഈ മാധ്യമങ്ങളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വട്ടം ചുറ്റിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. മാധ്യമങ്ങളെ വട്ടം ചുറ്റിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്ത ഇങ്ങനെ എയറിൽ എപ്പോഴും നിർത്തുക എന്നത് മാത്രമായിരുന്നോ എന്നും നമുക്കറിയില്ല. പല ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പോ ഒരു 9 ദിവസം മുമ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ കൃത്യമായും പോലീസിന്റെ റഡാറിലാണ്, അന്വേഷണ സംഘത്തിന്റെ റഡാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പിടിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ പിടി കിട്ടി എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ വന്നു. പക്ഷെ അദ്ദേഹം അവിടെ നിന്നെല്ലാം വഴുതിപ്പോയി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുപോലെ ഒരു ഘട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് ഇദ്ദേഹം ഹാജരാകാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മണിക്കൂറുകളോളം മാധ്യമങ്ങൾ ഈ ലൈവ് കമന്ററി ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു, റണ്ണിങ് കമന്ററി ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഒന്ന് നാടകീയത, മൊത്തത്തിൽ നാടകീയത, ജനങ്ങളെ വല്ലാതെ ഇങ്ങനെ ഈ മുൾമുനയിൽ നിർത്തുക എന്ന് പറയുമല്ലോ നമ്മൾ ഈ സിനിമകളിലൊക്കെ, സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തുന്ന പോലെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കുറെ മണിക്കൂറുകൾ എയർ ടൈം ഇങ്ങനെ ചാനലുകള് ജനങ്ങളുടെ ഈ സമയം അപഹരിച്ചു എന്നുള്ളതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലും അന്വേഷണ സംഘം ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. മാധ്യമങ്ങളിൽ ഇങ്ങനെ പല വാർത്തകളും പറയും, അതെല്ലാം നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു 4-5 ദിവസം മുമ്പെങ്കിലും അന്വേഷണ സംഘം കർണാടകയിൽ നിന്നും മടങ്ങി. ആദ്യ കേസില് അറസ്റ്റ് തടഞ്ഞപ്പോൾ തന്നെ പിന്നീട് ഇനി അറസ്റ്റ് ചെയ്തതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബംഗളൂരുവിൽ എവിടെയോ കർണാടകയിലേക്ക് കറങ്ങി നടന്ന അന്വേഷണ സംഘം മടങ്ങിയതായിട്ടൊക്കെയുള്ള വാർത്തകളുണ്ട്. ഇത്തരം കേസുകളിലൊക്കെ മേഘ നമ്മളിപ്പോ അന്വേഷണ സംഘത്തിന്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ കേരള പോലീസ് അത്രയേറെ ഗംഭീരമായ ഒരു സേനയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പല കേസുകളും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ. സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു നീക്കവും സർക്കാർ ഇങ്ങനെ ഒരു പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ ചെയ്യില്ല. സർക്കാരിന് തന്നെ ഉറപ്പില്ല ഇതെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, അത് പോസിറ്റീവായി വരുമോ, അതോ ഉള്ള വോട്ട് കൂടി പോകുമോ എന്നൊന്നും സർക്കാരിനെ കവടി നിർത്താൻ ഇത് പറയാനുള്ള അവസ്ഥയൊന്നുമില്ല. അതേസമയം പൊതുസമൂഹത്തിനിടയിൽ നിന്ന് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വികാരം ഉണ്ടാകുന്നു എന്നതും സർക്കാരിന് കാണാതിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചുവിടുന്ന വാർത്തകൾക്കപ്പുറത്ത് റിയാലിറ്റി മറ്റൊന്നാണ്. സർക്കാരിന് ഇതിൽ എന്ത് തീരുമാനം ആയിരുന്നു സർക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറിയത് എന്ന് നമുക്കറിയില്ല. സംഘം ഏതായാലും അന്വേഷണ സംഘത്തിന്റെ കെടുകാര്യസ്ഥതയെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അന്വേഷണ സംഘം സുസജ്ജമാണെന്ന് നമുക്കറിയാം, നമ്മുടെ പോലീസ്, കേരള പോലീസ് സുസജ്ജമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അവർ പൊളിറ്റിക്കലി ഏതെങ്കിലും തരത്തിൽ അവരെ രാഷ്ട്രീയമായി ഇങ്ങനെ നയിക്കപ്പെടുമ്പോഴോ അത്തരം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകേണ്ടി വരുമ്പോഴോ മാത്രമാണ് ഇത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ അവർ നിസ്സഹായരായി പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായി മേഘ. ശരി. അപ്പോൾ കഴിഞ്ഞ 15 ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പലരും തള്ളി പറഞ്ഞു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താകുന്ന ഒരു ഘട്ടം വന്നു. അപ്പോൾ തിരിച്ച് പാലക്കാടേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിനൊപ്പം തന്നെ ആയിരിക്കും നിൽക്കുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മേഘ, അതില് ഇപ്പോ എം എൽ എ നിലയിൽ മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ മത്സരിക്കാൻ തീരുമാനിച്ച ശേഷമായിരിക്കുമല്ലോ അങ്ങോട്ട് വോട്ട് മാറ്റിയിട്ടുണ്ടാകുക. അപ്പൊ അവിടെ പോയിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ കൃത്യമായിട്ടും അദ്ദേഹം അത് ചെയ്യേണ്ടതുമാണ്. ഇപ്പൊ പല അമ്മമാർക്കും കേരളത്തിലെ പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സ്ത്രീ ജനങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു എം എൽ എ എത്തിപ്പോയല്ലോ, ഒരു എം എൽ എ അങ്ങനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇദ്ദേഹം കോൺഗ്രസിന്, ഇപ്പൊ ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നതോട് കോൺഗ്രസിന് എന്ത് തലവേദനയാണ്. അദ്ദേഹം ഈ പോളിംഗിന്റെ അവസാന ഘട്ടത്തിൽ, ഏതാണ്ട് 5 മണിയോട് അടുത്താണ്
അദ്ദേഹം വോട്ട് ചെയ്യാനായി അവിടേക്ക് വരുന്നത്. അദ്ദേഹം അവിടേക്ക് വരുന്നു, പാലക്കാടേക്ക് വരുന്നു എന്നുള്ള വാർത്ത തന്നെ, അല്ലെങ്കിൽ ഇതുവരെയുള്ള മാങ്കൂട്ടത്തിൽ വേട്ട എന്ന ഒരു പൊതുവായ ഒരു പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ടും പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നും BJP-ക്കും എതിരായി പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, തനിക്ക് ലഭിച്ച പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന് എനിക്കറിയാം. അതായത് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് പഴയ കാലത്ത് സണ്ണി വക്കീലായിരുന്നല്ലോ, അപ്പൊ അദ്ദേഹം അഭിഭാഷകനായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഈ ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന് അദ്ദേഹം വൈകി തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോഴും വൈകിയെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ആ വാദം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി, ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് KPCC പ്രസിഡന്റ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ തുടർച്ചയായി പറയുന്നു എന്നത് തന്നെ ഒരു സൂചനയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സൂചനയാണത്. അപ്പൊ മുഖ്യമന്ത്രി ചോദിക്കുന്നത് എന്താണ്? KPCC പ്രസിഡന്റ് അല്ലേ പരാതി കൊടുത്തതെന്ന്? KPCC പ്രസിഡന്റ് അല്ലേ DGP-ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ഫോർവേഡ് ചെയ്ത് കൊടുത്തത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചത്. അങ്ങനെയല്ലേ എന്ന്. അപ്പൊ KPCC പ്രസിഡന്റ് പോലും ഈ അവസാനത്തെ, പ്രത്യേകിച്ചും ഈ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വലിയ ജനവികാരം രൂപപ്പെടുന്നുവെന്നും ആ കേസുകൾ കൃത്യമായി ഫ്രെയിം ചെയ്യപ്പെട്ടതാണ് എന്നും അതിന്റെ പിന്നിൽ താല്പര്യങ്ങൾ ഉണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ഉള്ളത് അത് ഒരു സാങ്കേതികത്വമായി അവിടെ നിൽക്കുന്നു. അതിനപ്പുറത്ത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാടേക്ക് വരുമ്പോഴെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അത് മോശമായി പോയെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം വരരുതായിരുന്നുവെന്നോ ഒന്നും ആരും പറയുന്നില്ല. പറയാനും കോൺഗ്രസിന് തൽക്കാലം അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ബാധ്യതയും ഇല്ല. കാരണം അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസങ്ങളിലോ മാസങ്ങളിലോ ഒക്കെ അതിശക്തമായി കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുന്ന, ഇപ്പൊ കേരളത്തിലേക്കോ പാലക്കാടേക്കോ വെൽക്കം ബാക്ക് പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വെൽക്കം ബാക്ക് പറയുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിക്കൂടായികയില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് മുഖമാണ്, ക്ഷമിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ ചർച്ച ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ, എല്ലാരെയും അല്ല, പ്രധാനപ്പെട്ട ചില നേതാക്കളെ ഒക്കെ ഇങ്ങനെ അങ്കലാപ്പിലാക്കുന്നതോ അവരെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നതോ ഒക്കെ. പക്ഷെ ആശയക്കുഴപ്പം മാറാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് മാറുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എഴുതിത്തള്ളാൻ ആവുന്ന ഒരവസ്ഥയല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാവിനെ കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുപോലെ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് വലിയ തരത്തിൽ അത് പ്രോസിക്യൂഷനോ അന്വേഷണ സംഘത്തിനോ ഒക്കെ ദുഷ്കരമാകുന്ന ഒരു ഘട്ടമാണ്. 15-ാം തീയതി നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും കേസ് എവിടെ എത്തി, കേസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം. കേസ് പൊളിഞ്ഞു എന്ന് ചിലപ്പോൾ 15-ാം തീയതി നമുക്ക് പറയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്, കേസുകൾ രണ്ടും. അതെ, ശരി. അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പൊതുജനത്തിന്റെ സമയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാഴാക്കിയതെന്ന്. സമയമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള നിർണായക സമയമാണ് ഈ ആരോപണത്തിന് പുറകെ അങ്ങ് കടന്നുപോയത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന, ഒരു കൃത്യമായ അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? നമുക്കിപ്പോ ഇതെല്ലാം നമുക്ക് മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നീതിപീഠം പോലും പറയുന്നു ഇതിൽ കൃത്യമായ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ ഇല്ല എന്ന്. പ്രഥമ ദൃഷ്ട്യാ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാതെയാണോ അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഈ കാടിളക്കിയുള്ള പരിപാടിയൊക്കെ നടത്തിയതെന്ന് സംശയമുണ്ട്. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് പരാതി പോകുമ്പോൾ മുഖ്യമന്ത്രി സാധാരണഗതിയിലുള്ള പരാതി, ആദ്യം ഈ കേസിൽ ഹാജരാകുമെന്ന് വിചാരിച്ചിരുന്ന ജോർജ് പൂന്തോട്ടം പറഞ്ഞതുപോലെ 9.5 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഈ 9.5 വർഷ കാലയളവിനുള്ളിൽ ഒരേ ഒരു സ്ത്രീയുടെ പരാതി മാത്രമാണ് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി കൈനീട്ടി വാങ്ങിയിട്ടുള്ളത്. അത് സരിത നായരുടെ പരാതിയാണ്. ആ പരാതിയുടെ അവസ്ഥയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോയ അന്വേഷണങ്ങളുടെ അവസ്ഥയും അത് കേരള രാഷ്ട്രീയത്തിലുണ്ടായ കോളിളക്കവും അത് ആരൊക്കെ ആ പരാതിയുടെ പേരിൽ വേട്ടയാടപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് തന്റെ കൈകൊണ്ട് ഏറ്റുവാങ്ങിയ രണ്ടാമത്തെ പരാതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യത്തെ പരാതി. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ ഒരു പരാതി ഏറ്റുവാങ്ങുന്നു പറയുന്നത് കൊണ്ട് തന്നെ അതിൽ വല്ലാത്ത അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതില് ആ വാദം പോലും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച ഈ സാധാരണഗതിയിൽ ഒരു SHOക്ക് കൈമാറേണ്ട പരാതി മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ കേരളത്തിലെ എല്ലാ പീഡന കേസുകളും നേരിട്ട് മുഖ്യമന്ത്രിയാണോ കൈനീട്ടി വാങ്ങി കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും അത് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇതിന്റെ രാഷ്ട്രീയ സ്വഭാവം പ്രതിഭാഗം
അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി, കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അഭിഭാഷകർ എന്ന് പറയുമ്പോൾ അഭിഭാഷകൻ പ്രത്യേകിച്ചും ജില്ലാ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനെ ഒന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ കോടതിയുടെ മുമ്പിൽ പോലും ഇതെല്ലാം സംശയാസ്പദമായി നിൽക്കുന്നിടത്ത് സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ അതിനപ്പുറത്ത് എന്തെങ്കിലും കഴിവോ എന്തെങ്കിലും പ്രത്യേക സവിശേഷമായ ശേഷിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രാഥമികമായി തന്നെ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. അതുപോലെയാണ് രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിലും. വെൽ ഫ്രെയിംഡ് എന്നോ അല്ലെങ്കിൽ ലീഗലി ഫ്രെയിംഡ് എന്നൊക്കെ KPCC പ്രസിഡന്റ് തന്നെ പറയുന്ന, അദ്ദേഹം തന്നെ ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയ കൂടുതലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത DGPക്ക് അയച്ചു കൊടുത്ത ആ പരാതിയെ കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നു ആ പരാതിയുടെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. മാത്രമല്ല ആ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ എവിഡൻസ് പ്രാഥമികമായി ഹാജരാക്കാൻ, ജില്ലാ കോടതിയിൽ പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല, തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി അതിന്റെ തൊട്ട് മുമ്പ് വലിയ കോലാഹലം ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് നമുക്ക് നമ്മുടെയൊക്കെ മുമ്പിൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോ വെളിപ്പെട്ട് വരുന്നതും. ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും അത് തന്നെയാണ് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരുന്നതും എന്നാണ് തോന്നുന്നത്. മേഘ, ശരി. അപ്പോൾ ഇനിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഇത്തരത്തിലുള്ള പല ട്വിസ്റ്റുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേരള രാഷ്ട്രീയത്തിൽ പല ട്വിസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമായിരിക്കും. എന്ത് തന്നെയായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ചേട്ടാ. താങ്ക് യു.